എന്റെ റൂഹിന്റെ പാതി. രചന ആശു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. അത് കേട്ടിട്ട് മൂപ്പരൊന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, റഹ്മാൻ ഇബ്രാഹിം മൻസൂരി. ആ പേര് കേട്ടതും നമ്മുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. മീഷുച്ചാന്റെ ഉപ്പ? അത് കേട്ടപ്പോൾ മൂപ്പര് നമ്മളെ നോക്കി ചിരിച്ചു. വെറുതെ അല്ല നമുക്ക് പുള്ളിനെ മനസ്സിലാവാത്തെ. പണ്ട് ജാമ്പോന്റെ കാലത്ത് എടുത്ത പുള്ളിയുടെ ഫോട്ടോയാണ് ആ പരട്ട ജിന് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഇപ്പം മൂപ്പരാകെ മാറിയിട്ടുണ്ട്. എന്നെക്കുറിച്ച് മോളോട് ആരാ പറഞ്ഞേ? അത് ജീനു ഇടക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓൾ ഇതുവരെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഉപ്പ ഇവിടെ നിൽക്ക്, ഞാൻ പോയി വിളിക്കാം. ഏയ് അത് വേണ്ട മോളെ, അതൊന്നും ശരിയാവില്ല. മോള് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പുറകിലേക്ക് വലിഞ്ഞു. വേറൊന്നും പറയാതെ അദ്ദേഹം അവിടുന്ന് പോയി. പോകുമ്പോൾ നമ്മൾ നോക്കി ചിരിക്കാൻ മൂപ്പര് മറന്നില്ല. ഫൈനലി അവരുടെ ഉപ്പാനെ നമ്മൾ നേരിട്ട് കണ്ടു. മൂപ്പരുമായിട്ട് നമുക്ക് നല്ല ബന്ധമുള്ള പോലെ. സംസാരിച്ചപ്പോൾ നമുക്ക് തോന്നിയത് ഒരു പച്ച പാവാണെന്നാ. ഈ പാവത്തിനെയാണോ ആ കോന്തന് ഇത്രയും വെറുക്കുന്നത്? ആലോചിച്ച് നിൽക്കാതെ നമ്മൾ അവളുമാരെ അന്വേഷിച്ചു പോയപ്പോൾ അവരവിടെ എവിടെയും കാണാനില്ല. ഈ വെറ്റകൾ അപ്പോഴേക്ക് എങ്ങോട്ട് പോയി? വിളിച്ചിട്ടാണ് ഈ കോപ്പതിമാരെ എടുക്കുന്നില്ല. വന്ന കാര്യം നടന്നില്ല. വീട്ടിൽ പോയിട്ട് അവനോട് എന്ത് സമാധാനം പറയും പടച്ചോനെ. കുറെ നേരം അവരെ വെയിറ്റ് ചെയ്ത് കട്ട പോസ്റ്റായി നിന്നിട്ട് അവസാനം നമ്മൾ പോയി അവിടെ പോസ്റ്റായി നിൽക്കുന്ന ഒരു സെയിൽസ് ഗേളിനോട് കത്തിയടിച്ചു. അപ്പം മൂപ്പത്തിക്കും പറയാനുള്ളത് ആ കോന്നന്റെ കാര്യ. മിഷാൽ സാറിന്റെ വൈഫാണല്ലേ, ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ ഡാൻസ് പെർഫോമൻസ്. സിനിമയിൽ അഭിനയിച്ചൂടെ സാറിന്റെ കൂടെ? നമ്മളെ കണ്ട അങ്ങനെയൊക്കെ തോന്നുന്നു. ഷോ വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ ഇരുന്ന് ചിണുങ്ങി. പെട്ടെന്ന് ആ ചേച്ചീന്റെ കണ്ണു തള്ളി നമ്മുടെ പുറകിലേക്ക് പോയപ്പോൾ നമ്മളൊന്ന് പേടിച്ചു. നമ്മളും അതേപോലെ പുറകിലേക്ക് നോക്കിയപ്പോൾ നമ്മളെ തന്നെ നോക്കി കയ്യും കെട്ടി നിൽക്കുന്ന 5 പേരെയാണ് നമ്മൾ കണ്ടത്. നിനക്കെന്താ ഇവിടെ പരിപാടി എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് വന്ന് വേറെ ആരുമില്ല, നമ്മുടെ കെട്ടിയോമ്പാക്കരും തന്നെ. ഓന്റെ കൂടെ തന്നെ ഷെയ്നും പിന്നെ നമ്മുടെ ഇക്കാക്കാരും ഉണ്ട്. അത് ഞാൻ വാക്കുകൾക്ക് വേണ്ടി നമ്മൾ പഞ്ചായത്ത് മൊത്തം കയറി ഇറങ്ങിയിട്ടും ഒന്നും പറയാൻ പറ്റിയില്ല. അല്ലെങ്കിൽ അവന്റെ ഷർട്ടിന്റെ കാര്യം എങ്ങനെ പറയാനാ? നമ്മൾ അതുപോലെ കരിച്ചു കളഞ്ഞാലോ? പറയാൻ പറ്റൂലേ. എവിടെ ബാക്കി രണ്ടെണ്ണം? അവര് എനിക്കറിഞ്ഞൂടാ. ദേ നിൽക്കുന്ന രണ്ടും എന്ന് പറഞ്ഞ സനൂക്ക പുറകിലേക്ക് അയച്ചുകൊണ്ടി. നമ്മൾ മെല്ലെ തലചരിച്ച് അവളുമാരെ നോക്കിയപ്പോൾ അംക്കുകൾ നമുക്ക് ഇളിച്ചു തന്നിട്ട് അവിടുന്ന് മുങ്ങിക്കളഞ്ഞു. ഡാ നിങ്ങൾ അവരുടെ കൂടെ ചെല്ല്, ഞാനതാ വരുന്നു. മിഷുച്ച് അവരെ നാലിനെയും പറഞ്ഞയച്ചപ്പോൾ നമ്മൾ നെഞ്ചത്ത് കൈവച്ചു. ഒരു പൊട്ടിത്തെറിപ്പ് തീച്ച് നമ്മൾ അവിടെ നിന്നപ്പോൾ ഓൻ ആ ചേച്ചിയോട് പോയി സംസാരിക്കാൻ തുടങ്ങി. പുള്ളിക്കാരിയാണെങ്കിൽ അവനോട് സെൽഫിയൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കണ്ടോണ്ട് ഷോപ്പിലേക്ക് കയറി വന്ന 3 ഗേൾസ് ഓനെ കണ്ടതും കണ്ണും തള്ളി നിന്ന് പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിട്ട് അവൻ്റെ അടുത്തേക്ക് ഓടി വന്ന് ഓൻ്റെ കയ്യിൽ പിടിച്ചു. ഇതൊക്കെ കണ്ട് നമ്മൾ കട്ട കലിപ്പിൽ ഓനെ നോക്കി കണ്ണുരുട്ടി. അപ്പൊ കൊരങ്ങ നമുക്ക് നേരെ പുച്ഛം വാരിയെറിഞ്ഞു. മിക്കവാറും ഓൻ നമ്മളൊരു ഗോവിന്ദശാമി ആക്കും. ഹായ് മിഷാൽക്ക, ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ഇക്കാനെ ഇപ്പൊ ഇവിടെ വെച്ച് കാണുന്നത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. മിഷാൽഖാനെ ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾക്ക്. ഞങ്ങൾ ഇക്കാന്റെ കട്ട ഫാനാ. മിഷാൽക്ക പ്ലീസ് നിങ്ങളുടെ നമ്പർ തരാവോ? എന്തൊക്കെ ഡ്രാമയാണ് ഇവിടെ നടക്കുന്നേ? നമ്മൾ പോലും ഓനെങ്ങനെ ഇക്കാന്ന് വിളിച്ചിട്ടില്ല ഇതുവരെ. അയ്യേ ഇവളമാർ എന്തോന്ന് കോഴിയാണ്. നമ്മളാണെങ്കിൽ അവരുടെ ഇക്കവിളിയും കൊഞ്ചലൊക്കെ കണ്ടിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഓനെങ്ങാനും നമ്പർ കൊടുത്ത് നോക്കട്ടെ, അപ്പൊ കാണിച്ചു കൊടുക്കാൻ പാക്കരുന്നേ. അതിനിപ്പോ എന്താ, മൈ നമ്പരീസ് എന്ന് പറഞ്ഞിട്ട് കിളവ് നമ്പർ എടുക്കാന്നതും നമ്മൾ ഓൻ്റെ അടുത്തേക്ക് പോയിട്ട് ഓൻ്റെ പുറത്തുനിന്നുള്ളി പരുവാക്കി. മീഷുച്ച എന്ത് പണിയാണ് നിങ്ങൾ കാണിക്കുന്നത്? വീട്ടിൽ ആരാണ്ടൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ വായും പൊളിച്ച് നിൽക്കുകയാണ്. വന്നേ നടന്നങ്ങോട്ട്. പല്ലി അടിച്ചു പിടിച്ചിട്ട് നമ്മൾ ഓൻ്റെ പുറത്ത് കൈവച്ച് തള്ളി. എന്നിട്ട് അവളുമാരെ തിരിഞ്ഞു നോക്കി. ഉയ്യോ സോറി ഗേൾസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ പിന്നീട് തരണ്ട കേട്ടോ, ഇപ്പൊ കുറച്ച് തിരക്കായതുകൊണ്ടാ. അവരോട് അങ്ങനെ പറഞ്ഞപ്പോൾ അവളുമാരുടെ മുഖത്തെ ഭാവം മാറി. ഇപ്പൊ പുച്ഛമായി. അതും മൈൻഡ് ചെയ്യാതെ നമ്മളവരെ കയ്യിൽ പിടിച്ചിട്ട് ഓൻ അവിടുന്ന് കൊണ്ടുപോയി. പകുതിക്ക് വെച്ച് ഓൻ നടത്തി നിർത്തിയിട്ട് നമ്മൾ തന്നെ നോക്കാൻ തുടങ്ങി. അല്ല എന്താ മോളുടെ ഉദ്ദേശം? എൻ്റെ ഫാൻസിന്റെ മുമ്പിൽ വെച്ച് അങ്ങനെയൊക്കെ പറയാം നിന്നോടാരാ പറഞ്ഞേ? ഫാൻസോ? കോഴിക്കോട് അങ്ങനെ പറ. ഇവന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അരക്കാടാ ശരിയാക്കി തരാട്ടോ കോന്ത. നിങ്ങളൊന്ന് വന്നേ. ഓനെ പിടിച്ചു വലിച്ചുകൊണ്ട് അവിടുന്ന് വീട്ടിലേക്ക് വിട്ടു. കണ്ണ് തെറ്റിയ കുറുക്കൻ അപ്പൊ കോഴിക്കോട് തേടി പോവും. പാരട്ട കിളവൻ. വീട്ടിലെത്തി നമ്മൾ അവനെ വെറുതെ വിട്ടു. ഷെയ്നും ഇക്കാക്കന്മാരൊക്കെ പകുതിക്ക് വെച്ച് ഇറങ്ങിയിരുന്നു. ജിനുവും ദിയയും പോയ വണ്ടിയിൽ തന്നെ വരുന്നുണ്ട്. നേരെ രാത്രിയായിട്ടുണ്ട്. നമ്മൾ പോയി ഫ്രഷായി വന്നപ്പോൾ മുറിയിൽ അവനെ കണ്ടില്ല. അപ്പോഴാണ് ഷെയ്ൻ നമ്മളെ വിളിക്കുന്നത് ദിയാന്റെ കാര്യം ചോദിക്കാൻ. അവന്റെ കോൾ എടുത്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞ് അവർ ഉപ്പാനെ കണ്ട കാര്യത്തെക്കുറിച്ചായിരുന്നു. ആഹാ നിങ്ങൾ സംസാരിച്ചോ? എന്നിട്ട് ഉപ്പ എന്താ നിന്നോട് പറഞ്ഞേ? മൂപ്പര് കുറച്ചു നേരം മിണ്ടിയുള്ളൂ, അപ്പൊ തന്നെ പോയി. പിന്നെ മിഷുച്ചാക്ക് സുഖല്ലേന്ന് ചോദിച്ചു. പാവ ഉപ്പ. മിഷുച്ചാനോട് മൂപ്പർക്ക് നല്ല ഇഷ്ടമുണ്ട്, അതുകൊണ്ടല്ലേ ഓനെ മാത്രം എടുത്ത് ചോദിച്ച് എന്ന് നമ്മൾ പറഞ്ഞു തരുന്നില്ല. പെട്ടെന്ന് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ നിലത്ത് വീണ് പൊട്ടി ചിന്ന ഭിന്നായി കിടന്നു. ഷോക്കടിച്ചാത്ത കാക്കച്ചിയെ പോലെ എന്താപ്പം ഇവിടെ സംഭവിച്ചെന്ന മട്ടിൽ നമ്മൾ തിരിഞ്ഞു. അപ്പോൾ നമ്മുടെ പുറകിൽ നമ്മുടെ കെട്ടിയം കുക്കർ പൊട്ടിത്തെറിക്കാൻ പാകത്തിന് ചൂടായി നിൽക്കുന്നു. യോ ഡർ അബ്ബേ,
ആ നിൽപ്പ് കണ്ടിട്ട് നമ്മളാണ് ഇന്നത്തെ ടാർഗറ്റ് എന്ന് നമുക്ക് മനസ്സിലായി. ഈ ചീറ്റപ്പുലിയിൽ നിന്ന് നമ്മൾ കീറി പൊളിക്കും. എടി ദുവാ, നീ നിന്റെ ധൈര്യം കൈവിടരുത്. എന്തു വന്നാലും പിടിച്ചങ്ങ് നിന്നോണം. വെറുതെ കരഞ്ഞ സീൻ ഷോകാക്കാതെ നല്ല 4 ഡയലോഗ് കാച്ചിടി. പണ്ടാരം അതിന് വാ തുറന്ന് എന്തെങ്കിലും പറയാൻ പറ്റണ്ടേ? ഓൻ്റെ ആ നോട്ടം കണ്ടിട്ട് തന്നെ നമ്മൾ ഉരുകി തീരാറായിട്ടുണ്ട്. ഓനെങ്ങാനും നമ്മളെ തൊട്ട ഒട്ട് കൊലപ്പീസ്. ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് നമ്മൾ ധൈര്യം കൈവിടാതെ നിഷ്കുഭാവത്തിൽ ഓനെ നോക്കി. അപ്പോൾ ആ ദുഷ്ടൻ കലിപ്പിൽ നമ്മൾ അടുത്തേക്ക് വന്നിട്ട് നമ്മളെ പിടിച്ച ഒരൊറ്റ ഉണ്ട്. നമ്മൾ സ്പോട്ടിൽ പോയി ചുമരിലൊട്ടി നിന്നിട്ട് ഓൻ്റെ ജോലി ഉറച്ചു. യാ അല്ലാ, എന്നാലും എൻ്റെ പുറം പൊളിഞ്ഞു. ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. നിങ്ങൾക്ക് ഭ്രാന്തായ മനുഷ്യന്ന് ചോദിക്കാൻ നിന്നതേ ഉള്ളൂ. പക്ഷേ ഓൻ്റെ കണ്ണിൽ ദേഷ്യം കണ്ടിട്ട് തൽക്കാലം വേണ്ടെന്ന് വെച്ച് ഓനെ വെറുതെ വിട്ടു. എന്നിട്ട് ആ നന്ദിയുണ്ടോ എവിടെ? നിന്നോട് ആരാടി അയാളോട് പോയി മിണ്ടാ പറഞ്ഞ്? നീ എന്തിനാടി അയാളെ കാണാൻ പോയത്? ആരോട് ചോദിച്ചിട്ടാ നീ അയാളോട് മിണ്ടിയത്? എന്റെ കാര്യങ്ങൾ അയാളോട് വിവരിക്കാൻ നിനക്ക് ആരടി ലൈസൻസ് എന്ന് എന്നൊക്കെ ഓൻ ചോദിച്ചപ്പോൾ ഇതുവരെ കാണാത്ത മിഷുച്ചാനെയാണ് നമ്മൾ കണ്ടത്. കണ്ണും തള്ളി നമ്മൾ ഉമിനീരയ്ക്ക് ഓനെ തന്നെ നോക്കി. ഇത്രയും വലിയ തെറ്റാണ് നമ്മൾ അതിന് ചെയ്തതെന്ന് നമ്മൾ ചിന്തിച്ചു പോയി. അതിന് ഞാൻ മിണ്ടരുത്. നീ എനിക്ക് ഇഷ്ടമില്ലാത്ത ആളോട്, ഞാൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന അയാളോട് എന്ത് അധികാരത്തിന്റെ പേരിലാ നീ മിണ്ടാൻ പോയത്? ഞാൻ എന്നോ മുറിച്ചു മാറ്റിയ ബന്ധാണ് അയാളുമായിട്ട്. പിന്നെ നിനക്കെന്തിനാടി അധിക പ്രസംഗം എന്ന് പറഞ്ഞിട്ട് ഓ നമ്മുടെ ഷോൾഡർ പിടിച്ചു വലിച്ച് പുറകിലേക്ക് ഉന്തി. നമ്മൾ ഈ പ്രാവശ്യം പറന്നു പോയിട്ടോ. കൂടെ നമ്മളെ കിളിയും പറന്നുപോയി. നീ ഒറ്റ ഒരുത്തി കാരണം മനുഷ്യന്റെ സമാധാനം പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഓൻ പോകാൻ നിന്നപ്പോൾ നമ്മൾ നെഞ്ചത്ത് കൈവച്ചിട്ടൊന്ന് നെടുവീർപ്പിട്ടു. ഭാഗ്യം കൊന്നില്ല. എന്നിട്ട് പെട്ടെന്ന് നമ്മൾ ഓനെ കൈകൂട്ടി വിളിച്ചു. അങ്ങനെ വിട്ടാൽ ശരിയാവില്ലെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞില്ലേ? ആ, ഇത് ദുആയാണ്. ദുആ ഇങ്ങനെയാണ്. അല്ലേ പിന്നെ. ഓൻ അപ്പം തന്നെ അവിടെ നിന്നിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കി. അടിപൊളി. നിങ്ങൾ എന്നോട് എന്തിനപ്പോൾ ചൂടായെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലായിക്കോ. എന്റെ പേര് ദുആമിയ എന്നാണെങ്കിൽ ഞാൻ ഇനി ഉപ്പാനം കണ്ടാൽ വീണ്ടും പറഞ്ഞു തീരുന്നതിന് മുമ്പ് അവൻ അലറിയതും നമ്മൾ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. അല്ല പിന്നെ, നമ്മളോട് അവന്റെ ഭീഷണി. ആ ഓട്ടം ചെന്ന് നിന്നത് ജിനുവിന്റെ മുറിയിലായിരുന്നു. അവിടെത്തി നമ്മൾ ഡോർ അടിച്ചിട്ട് നെഞ്ചത്ത് കൈവച്ചപ്പോൾ മൈലാഞ്ചിട്ടോണ്ടിരുന്ന 2 പെരട്ടക്കളികൾ നമ്മൾ തിരിഞ്ഞു നോക്കി. എന്താടി അവിടെ ഒരു ബഹളം കേട്ടത്? ഓഹ് യാ റബ്ബി, ഒന്നും പറയണ്ട മക്കളെ, അവന് പ്രാന്താടി. എന്നെ കൊല്ലാതെ വിട്ട് ഭാഗ്യം. ഇങ്ങോട്ടേക്ക് വന്ന വരവ് ആലോചിച്ചിട്ട് എനിക്ക് ചിരി വരുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിരിച്ചുകൊണ്ട് പുറത്ത് കൈവച്ച് കരഞ്ഞു. പണ്ടാരക്കാരൻ നമ്മളെ കൊന്നു. എന്റെ പുറം, ഓ എന്തൊരു കലിപ്പായിരുന്നു. കണ്ണൊക്കെ ചുവന്ന് തക്കാളി പോലെ ആയിട്ട് കോന്തൻ. അല്ല, എന്തായിരുന്നു കലിപ്പാൻ മാത്രം പുതിയ പ്രശ്നം? ദിയാണ്. എടി, അത് ഞാനിന്ന് ഇവിടെ ഉപ്പാൻ ആ ഷോപ്പിൽ വെച്ച് കണ്ടിരുന്നു. ആ കാര്യം ഷെയ്നോട് ഫോണിൽ പറഞ്ഞുകൊണ്ട് നിന്നതാ. പിന്നെ എന്താ അവിടെ ഉണ്ടായെന്ന് എനിക്ക് ഓർമ്മയില്ല. ബോധം വന്ന് നോക്കുമ്പോൾ എൻ്റെ ഫോൺ അവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കുന്ന കണ്ടത്. പിന്നെ അവനോട് ഡയലോഗ് അടിച്ചതും ഇങ്ങോട്ട് ഓടി വന്നൊക്കെ അവളുമാർക്ക് പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ പൊരിഞ്ഞ ചിരിയായിരുന്നു. ശരിക്കും നിനക്കാ പ്രാന്ത്. അല്ലെ ലിക്വിന്റെ സ്വഭാവം അറിഞ്ഞു വെച്ചോണ്ട് അങ്ങനെയൊക്കെ ഡയലോഗ് അടിക്കാൻ നിൽക്കോ? മിക്കവാറും ഓന്നിനെ കൊല്ലാനുള്ള ചാൻസ് ഉണ്ട്. ദുവാ, നീയൊന്ന് സൂക്ഷിച്ചോ. ജീനു പറഞ്ഞ പോലെ ഓൻ നമ്മൾ ഇതിന്റെ പേരിൽ എന്താണ് അവ ചെയ്യാൻ പോണേ? ഏതായാലും അവന്റെ ഇന്നത്തെ പോക്ക് ക്യാൻസലായില്ലേ? അത് മതി. കൊല്ലാൻ അവനിങ്ങ് വരട്ടെ. എന്താ വേണ്ടെന്ന് നമുക്കറിയാം. എന്റെ പുറം മുക്കം പോലെ ആക്കിയില്ലേ? നിന്നെ ഞാൻ കാണിച്ചു തരാട്ടോ പാക്കരാ. ഞാൻ എന്ത് പണിയാ കാണിച്ചത്? അപ്പോഴത്തെ ദേഷ്യത്തിന്റെ പുറത്ത് ഞാൻ അവളോട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ചെയ്ത കുറച്ച് കടന്നുപോയി. അവൾക്ക് വേദനിച്ച് കാണും. ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന മനുഷ്യനായ അയാൾ, എൻ്റെ ഉമ്മയെ ചതിച്ച മനുഷ്യൻ. അതിൽ കൂടുതലൊന്നും ഞാൻ അയാളെക്കുറിച്ച് ചിന്തിക്കാറില്ല. ഷെയ്ൻ പോലും എൻ്റെ മുന്നിൽ വെച്ച് അയാളുടെ കാര്യം മിണ്ടാറില്ല. മിണ്ടിയ അപ്പം എനിക്ക് എവിടെ നിന്നൊക്കെയോ കലിപ്പ് കയറി വരും. പിന്നെ ഞാൻ എന്തൊക്കെയാണ് പറയുന്നതെന്നും ചെയ്യുന്നതെന്നും എനിക്ക് തന്നെ ഒരു പിടി ഉണ്ടാവില്ല. അത്രയ്ക്ക് വെറുപ്പാ എനിക്ക് അയാളോട്. സംഭവിക്കേണ്ടത് സംഭവിച്ചു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഓളോട് പോയൊരു സോറി പറഞ്ഞാലോ? ഓരോന്നും ആലോചിച്ച് ഞാൻ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കുറച്ചു നേരം ബെഡിലിരുന്ന് ആലോചിച്ച് കൂട്ടി. അപ്പോൾ പെണ്ണുണ്ട് കയ്യിൽ ഉണങ്ങിയ ഡ്രസ്സും വാരി കൂട്ടി പിടിച്ച് അകത്തേക്ക് കയറി വരുന്നു. അവളെ കണ്ടപ്പോൾ തന്നെ എൻ്റെ മുഖത്ത് ഒരു ചിരി വളർന്നു. ദുവാ എന്ന് വിളിച്ച് ഞാൻ അവൾ നേരെ എണീറ്റ് പോയതും പെണ്ണ് എന്നെ കണ്ട ഭാവം പോലും നടിക്കാതെ എന്നെ മറികടന്നു പോയി. ഷെൽഫിൻ്റെ അടുത്തേക്ക് ചെന്ന് ഓരോ ഡ്രസ്സും മടക്കി ഷെൽഫിൽ വെക്കുന്നുണ്ട്. എന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഇനിയിപ്പോൾ എന്നെ കാണാഞ്ഞിട്ടായിരിക്കുമോ? ആ, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും എന്ന് കരുതിയിട്ട് ഞാനൊന്ന് തൊണ്ടാനിക്ക് നോക്കി. ഒരു മൈൻഡും ഇല്ല. അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. ഞാൻ അപ്പോഴത്തെ ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് അങ്ങനെയൊക്കെ ചെയ്തെന്ന് വെച്ച് ഇവൾ ഇങ്ങനെ പെരുമാറുന്ന എവിടുത്തെ പരിപാടിയാണ്? ആലോചിച്ച് നിൽക്കാതെ ഞാൻ അവളെ പുറകിലൂടെ പോയി കെട്ടിപ്പിടിച്ച് നിന്നിട്ട് അവളുടെ കഴുത്തിൽ അമർത്തി ചുംബിച്ചു. പെണ്ണ് പെട്ടെന്നൊന്ന് വിറച്ചിട്ട് എന്നെ പിടിച്ച് പുറകിലോട്ട് ഒരൊറ്റ തള്ളലായിരുന്നു. പുറകിൽ ബെഡായതുകൊണ്ട് ഞാൻ ബെഡിലേക്ക് മറിഞ്ഞു വീണു. ഹോ, എന്തൊരു ചൂടാണ് റബ്ബേ ഈ മുറിയിൽ. കുറച്ച് തണുത്തവളെടുത്ത് തലയിൽ കൂടി ഒഴിച്ചാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ നോക്കിയപ്പോൾ പെണ്ണ് മുഖം തിരിച്ചുകൊണ്ട് ഒരൊറ്റ പോക്കങ്ങ് പോയി. കുരിപ്പ് ഒരു നടക്കോ അടുക്കുന്നില്ലല്ലോ പടച്ചോനെ.
ബെഡിൽ എണീറ്റിരുന്ന് താടിക്ക് കൈയും കൊടുത്ത് ഞാൻ ആലോചിക്കാൻ തുടങ്ങി. യെസ്, ഇപ്പോഴല്ലേ അവളുടെ പിണക്കത്തിന്റെ പുറകിലെ കാരണം പിടികിട്ടിയത്. അവൾ ഈ ദേഷ്യത്തിന് കാരണം ഞാൻ അവളെ ഫോണ് പൊട്ടിച്ചതായിരിക്കും. അതുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ ഫോൺ എടുത്ത് GP വിളിച്ചു. ഹലോ GP, എടോ താൻ ഇത്രയും പെട്ടെന്ന് ഒരു ഫോൺ വാങ്ങിച്ചോണ്ട് പോവാ. ഏത് മോഡലായാലും കുഴപ്പമില്ല, വേഗം വേണം. പക്ഷേ സാർ, ഇപ്പോൾ 10 മണി കഴിഞ്ഞില്ലേ, ഷോപ്പൊക്കെ ക്ലോസ് ആയി കാണും. അതൊന്നും എനിക്കറിയണ്ട. താൻ എത്രയും പെട്ടെന്ന് പോയി ഒരു ഫോൺ വാങ്ങിച്ചോണ്ട് വരണം. ഏതെങ്കിലും ഷോപ്പ് തുറന്നെടുപ്പുണ്ടാവും, വേഗം ചെല്ലടോ, എൻ്റെ ജീവിത പ്രശ്നം. മറുപടി കാത്തു നിൽക്കാതെ ഞാൻ അപ്പോൾ തന്നെ ഫോൺ കട്ടാക്കി. 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ GP എന്നെ വിളിച്ച് ഫോൺ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ താഴേക്ക് ചെന്ന് അയാളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ച് അതിൻ്റെ ബില്ല് കൊടുത്തു. എന്നിട്ട് നേരെ മുറിയിലേക്ക് വിട്ടു. തറയിൽ പീസായി കിടക്കുന്ന അവളുടെ ഫോണിലെ സിം എടുത്ത് പുതിയ ഫോണിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പെണ്ണ് വരും മുമ്പേ കൊണ്ടുപോയി ടേബിളിൻ്റെ മുകളിൽ വെച്ചു. കോന്തൻ്റെ ഡ്രസ്സ് മടക്കി വെച്ചിട്ട് നമ്മൾ ഉമ്മീൻ്റെ മുറിയിലേക്ക് വിട്ടു. മൂപ്പത്തീൻ്റെ ഡ്രസ്സ് മടക്കി ഷെൽഫിൽ മടക്കി വെച്ചിട്ട് തിരിച്ച് മുറിയിലേക്ക് പോകാൻ നേരമാണ് ദിയ നമ്മുടെ മുന്നിലേക്ക് വന്ന്. ദുവാ, ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോയാലോ? എനിക്കെന്തൊരു ടെൻഷൻ പോലെ. സാഹലി ഇങ്ങോട്ട് വന്നാൽ അത് നിനക്കൊരു ബുദ്ധിമുട്ട് പോലെയല്ലേ? ഓ നിന്നെ അവൻ്റെ കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കും. ഇതെന്താ ഇപ്പം ഇങ്ങനെ തോന്നല്? നീ എവിടേക്കും പോകുന്നില്ല. നിനക്ക് പോകാൻ ടൈം ആകുമ്പോൾ ഞാൻ പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ തന്നെ നിന്നെ അവിടെ കൊണ്ടാക്കും. അതുവരെ പോകുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു കൂട്ടണ്ട. ഇനി പോയി കിടന്നോ. ഗുഡ് നൈറ്റ്. എന്തോ പറയാൻ വന്നതിന് വിഴുങ്ങിയിട്ട് അവൾ മുറിയിലേക്ക് പോയി. നമ്മളത് നോക്കി നിന്നിട്ട് വേഗം സ്ഥലം കാലിയാക്കി. മുഖത്ത് കുറച്ച് ഗൗരവം ഫിറ്റ് ചെയ്തിട്ട് മുറിയിലെത്തി നോക്കിയപ്പോൾ പാക്കരം ബെഡിൽ നമ്മൾ നോക്കി കിടക്കുവാണ്. എന്തൊക്കെയായാലും നമ്മൾ ഓനോട് മിണ്ടുന്ന പ്രശ്നമില്ല. നമുക്കും ദേഷ്യമാണ്. നമ്മളെ പുറം പൊളിച്ചില്ലേ? അല്ലെങ്കിലും നമ്മളെ തടിക്ക് നല്ലത് ഈ പിണക്കം തന്നെയാണ് തോന്നുന്നു. അങ്ങനെ ഓരോന്നും ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ പെട്ടെന്നോ നമ്മളെ മുന്നിലേക്ക് വന്നു. അത് മൈൻഡ് വെക്കാതെ ഓൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെ നമ്മൾ ബാത്റൂമിലേക്ക് കയറിപ്പോയി. തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ചെക്കൻ്റെ പൊടി പോലും അവിടെ ഒന്നും ഇല്ലായിരുന്നു. ഇതെവിടെ പോയെന്ന് ചിന്തിച്ച് നമ്മൾ എല്ലായിടത്തും നോക്കാൻ നേരമാണ് ഒരു മെസ്സേജ് നോട്ടിഫിക്കേഷൻ ശബ്ദം കേട്ടത്. അപ്പോൾ തന്നെ നമ്മൾ തിരിഞ്ഞ് ടേബിളിലേക്ക് നോക്കി. മിഷുച്ചാൻ്റെ ഫോണാണെന്ന് കരുതി നമ്മൾ പോയി എടുത്തു നോക്കിയപ്പോൾ ഒരു പുതിയ ഫോൺ. ഇതിപ്പോൾ ആരുടെയാണാവോ? ഫോൺ തിരിച്ചു മറിച്ച് നോക്കിയിട്ട് അവിടെ തന്നെ വെക്കാൻ നേരമാണ് അതിൽ കിടക്കുന്ന മെസ്സേജ് നമ്മുടെ കണ്ണിൽപ്പെട്ടത്. അപ്പോൾ തന്നെ നമ്മൾ ആ മെസ്സേജ് ഓപ്പൺ ചെയ്ത് വായിച്ചു നമ്മൾ വാവിളിച്ചു പോയി. ഒരാളൊന്ന് പിണങ്ങിയാൽ തീരുന്നേ ഉള്ളൂ മറ്റേയാളുടെ സന്തോഷം. ഒരാളൊന്ന് ചിരിച്ചാൽ തീരും മറ്റേയാളുടെ പിണക്കം. ഒരാൾ വിചാരിച്ചാൽ മതി, പക്ഷേ ഒരാൾ വിചാരിക്കണം. ഇതായിരുന്നു മെസ്സേജ്. നമ്മളെ കൊണ്ട് മിണ്ടിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ്. ഇപ്പം മിണ്ടും, നോക്കിയിരുന്നോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫോൺ നോക്കി കൊഞ്ഞനും കുത്തി. എന്നിട്ട് ഫോൺ അവിടെ തന്നെ വെക്കാൻ നേരം വീണ്ടും മെസ്സേജ് വന്നു. ഇവനെ കൊണ്ട് തോറ്റല്ലോ റബ്ബേ. ഇപ്പോൾ വന്ന മെസ്സേജ് കണ്ടിട്ട് നമ്മൾ അന്തം വിട്ടുപോയി. 10 മിനിറ്റ് വരെ നോക്കുണ്ടോങ്കി, എന്നിട്ടും മിണ്ടില്ലെങ്കിൽ എടുത്ത് കിണറ്റിക്കൊണ്ടിടും. പറഞ്ഞില്ലാന്ന് വേണ്ട. ഡയലോഗ് വിത്ത് ഇമോജി കൂടി ആയപ്പോൾ നമുക്ക് ചിരി പൊട്ടി. ഫോൺ കയ്യിൽ പിടിച്ച് നമ്മൾ പൊരിഞ്ഞ ചിരിയായിരുന്നു. അപ്പോൾ പെട്ടെന്നോ മുറിയിലേക്ക് കയറി വന്നതും നമ്മൾ പ്ലിങ്ങിപ്പോയി. ആഹാ, എൻ്റെ ചുന്തിരിക്കുട്ടിയുടെ പിണക്കം മാറിയോ? അപ്പോൾ ഫോണിലായിട്ടാണോ പിണങ്ങിയത് എന്ന് ചോദിച്ചുകൊണ്ട് അവൻ നമ്മുടെ നേരെ വന്നു. നമ്മൾ നമ്മുടെ കയ്യിലേക്ക് നോക്കിയിട്ട് ഓനെ തുറിച്ചു നോക്കി. എന്നിട്ട് ശിവായ് സിംഗ് ഒബ്രോയെ മനസ്സിൽ ധ്യാനിച്ച് ആ ഫോണെടുത്ത് ചുമരി നോക്കി ഒരൊറ്റ ഏറ് വെച്ചു കൊടുത്തു. ശുഭം. ചുമരിൽ ചെന്നിരിച്ച് ഫോൺ പൊട്ടി പാളീസായി. മിക്കവാറും നമുക്കൊരടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഈ സംഭവം കണ്ടിട്ട് ചെക്കൻ വായും പൊളിച്ച് നമ്മൾ നോക്കി നിന്നല്ലാണ്ട് ചെറു വിരൽ പോലും അനക്കിയില്ല. നമ്മളോനെ പുച്ഛിച്ച് മുഖം തിരിച്ച് പുറത്ത് കൈവച്ചു. ഹോ, എന്തൊരു മുടിഞ്ഞ വേദനയാ പണ്ടാരം. നമ്മളിന്ന് എങ്ങനെ കിടന്നുറങ്ങുന്ന ഒരു പിടിയുമില്ല. എങ്ങനെയൊക്കെയോ പോയി കിടന്നപ്പോൾ നടുമുതലങ്ങ് വേദനിക്കാൻ തുടങ്ങി. അമ്മാതിരി തള്ളലായിരുന്നല്ലോ ദുഷ്ടൻ. ഓനെയും തുറിച്ചു നോക്കിയിട്ട് നമ്മൾ തിരിഞ്ഞു കിടന്നു. ഇതെന്തോന്ന് വാശിയാണ് പഠിച്ചോൻ ഈ പെണ്ണിന്. വല്ലാത്ത സാധനം. മിക്കവാറും ഇവളെൻ്റെ കയ്യിൽ നിന്ന് ഒരെണ്ണം വാങ്ങും. അതും നല്ല റൊമാൻറ്റിക് ആയിട്ടൊന്ന്. ഇന്നത്തെ പോക്ക് നടന്നില്ല. ഇനി എന്തായാലും നാളെ രാവിലെ ആവട്ടെ. ഇല്ലെങ്കിൽ ഇത് കൂടെ വരുമെന്ന് ഒരു ഉറപ്പും പറയാൻ പറ്റൂല. ഓളെ കൊണ്ടുപോവാതെ എനിക്ക് പോവാനും പറ്റൂല. നിന്നെ കൊണ്ട് മിണ്ടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അത് വിചാരിച്ച് ഞാൻ അപ്പോൾ തന്നെ പോയി അവിടെ തൊട്ടടുത്ത് കിടന്നിട്ട് അവളെ കെട്ടിപ്പിടിച്ചു. അപ്പം തന്നെ പെണ്ണ് എൻ്റെ കയ്യിൽ നിന്ന് നല്ല അടാറ് തള്ളി വെച്ച് തന്നു. ആകെ കലിപ്പാണ് പഹയെത്തി. ഈ പിണക്കം മാറ്റാൻ ഒരു വഴിയില്ലല്ലോ റബ്ബേ. പതപ്പിക്കാൻ വേണ്ടി വാങ്ങിച്ചു കൊടുത്ത ഫോണും എറിഞ്ഞു പൊട്ടിച്ചു. എന്നെ മൈൻഡ് ചെയ്യാതെ ഓള് പുതപ്പ് വലിച്ച് മൂടി പുതച്ച് കിടന്നു. ആഹാ, നീ അത്ര കായം. ഞാൻ അപ്പം തന്നെ പുതപ്പ് പിടിച്ച് വലിച്ചപ്പോൾ ഓള് അതുപോലെ എൻ്റെ കയ്യിൽ നിന്ന് പുതപ്പ് വലിച്ച് പുതച്ച് കിടന്നു. ഞങ്ങൾ രണ്ടും കൂടി പിടിയും വലിയായിട്ട് ആകെ ബഹളായി. അവസാനം ഓള് തന്നെ ജയിച്ചു. പക്ഷെ തോൽക്കാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ പാകിസ്ഥാൻകാർ ഇന്ത്യൻ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറുന്ന പോലെ ഓളെ പുതപ്പിനുള്ളിലേക്ക് നുഴഞ്ഞു കയറിപ്പോയിട്ട് പെണ്ണിനെ കെട്ടിപ്പിടിച്ചങ്ങനെ കിടന്നു. അവളുടെ വക തല്ലും കുത്തൊക്കെ കിട്ടിയെങ്കിലും ഞാൻ പിടിവിടാൻ തയ്യാറായില്ല. പെണ്ണ് നല്ല ചൂട്. നീ ചൂടാകുമ്പോൾ നിന്റെ ശരീരം ചൂടാവോ? ആഹാ, അത് കൊള്ളാലോ. മിഷിച്ച മര്യാദക്ക് എന്നെ വിട്ടോ, ഇല്ലെങ്കിൽ ഞാൻ ചവിട്ടി താഴെയിടും. പെണ്ണെന്നെ തള്ളിമാറ്റാനാവും വിധം നോക്കുന്നുണ്ട്. ഞാൻ വിടോ? നെവർ.
അടങ്ങി കിടക്ക് പെണ്ണേ എന്ന് പറഞ്ഞ് വീണ്ടും അവളെ മുറുകെ കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് പെണ്ണിന്റെ കവിളത്തൊരു കിസ് അടിച്ചു. കിസ് കിട്ടിയ ഷോക്കിൽ പിന്നെ അവൾ തള്ളാനും മറിക്കാനും നിന്നില്ല. നല്ല കുട്ടിയെ അടങ്ങി കിടന്നു. രാവിലെ എണീറ്റപ്പോൾ തന്നെ GP വിളിച്ച് അതുപോലത്തെ വേറെ ഫോൺ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് ഞാൻ പോയി ഫ്രഷായി. ഇന്നലെ പോകാൻ ഉദ്ദേശിച്ച ഇടത്തേക്ക് ഇന്നെന്തായാലും പോകണം. പക്ഷെ ഈ കുരിപ്പാണെങ്കിൽ വാ തുറന്ന് ഒന്നും മിണ്ടുന്ന പോലും ഇല്ല. അപ്പൊ ഇതിനെങ്ങനെ കൊണ്ടുപോകും? കിച്ചണിലേക്ക് പോയി ഉമ്മീന്റെ കയ്യിൽ നിന്ന് ഒരു കോഫി മേടിച്ചിട്ട് അപ്പൂസിനെയും കൊണ്ട് ഞാൻ മുറിയിലേക്ക് വിട്ടു. എന്നോടുള്ള പിണക്കം കാരണം പെണ്ണ് താഴേക്ക് വന്നിട്ടില്ല. മുറിയിലെത്തിയപ്പോൾ അവൾ ഫ്രഷായി വന്നിട്ട് കണ്ണാടിക്ക് മുന്നിൽ നഖം കടിച്ച് ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ്. എന്താ ഇപ്പം എൻ്റെ ബീവിക്ക് ഒരു ആലോചന? നീ പോയി ബാഗ് റെഡിയാക്കിയേ, ഇന്ന് നമുക്ക് ഒരിടം വരെ പോകാനുണ്ട്. ഞാൻ പറഞ്ഞൊന്നും പെണ്ണ് കേട്ടിട്ടില്ല. അന്തമാതിരി ആലോചനയിലാണ്. ഞാൻ അവളുടെ അടുത്തേക്ക് പോയിട്ട് അവളുടെ മുന്നിൽ കയറി നിന്നു. ഓൻ്റെ ഷർട്ട് എവിടുന്ന് എടുത്തു കൊടുക്കും പടച്ചോനെ, ഒരു പിടിയുമില്ല. ഇന്നലെ പോവാത്ത സ്ഥിതിക്ക് ഇന്ന് എന്തായാലും പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം എന്തായാലും ആ ഷർട്ടിൻ്റെ കാര്യം ചോദിക്കും. കൊരങ്ങനെ വാശിയാണ്, വൈറ്റ് തന്നെ വേണമെന്ന്. പോരാത്തതിന് ഇന്ന് ജുമ കൂടിയാണ്. അപ്പം അതിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഉണ്ടാവില്ലെന്ന് ഉറപ്പായി. എന്താ ഇപ്പം ചെയ്യാന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളങ്ങനെ നിൽക്കുമ്പോഴാണ് മിഷൂച്ച നമ്മുടെ മുന്നിലേക്ക് വന്ന്. കയ്യിലൊരു കപ്പും മറ്റേ കയ്യിൽ അപ്പൂസും ഉണ്ട്. കപ്പിൽ നിന്നൊരു സിപ്പ് വലിച്ചു കുടിച്ചിട്ട് കപ്പ് ടേബിൾ കൊണ്ടുപോയി വെച്ച് അപ്പൂസിനെ കൊഞ്ചിച്ചുകൊണ്ട് പോയി ഓൻ ബെഡിൽ കിടന്നു. നമ്മൾ ആ സമയം കൊണ്ട് അലമാര തപ്പുന്ന പോലെ കാണിച്ചു കൂട്ടിയിട്ട് ഇടയ്ക്ക് ഓൻ ഒളി കണ്ടിട്ട് നോക്കിയപ്പോൾ ഓൻ അപ്പൂസിനെ പൊക്കി പിടിച്ചു. എടാ അപ്പൂസേ, ഡാ ഇങ്ങോട്ട് നോക്ക്. ദേ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാടാ. നീ എന്തൊന്നും മിണ്ടാത്തേ? നിനക്കറിയോ, നീ മിണ്ടില്ലെങ്കിൽ എനിക്ക് നിന്നെ ഭയങ്കര മിസ്സിങ് ആടാ എന്നൊക്കെ പറയുന്നുണ്ട്. പാവം പൂച്ച ഓൻ്റെ പരാക്രമം കൊണ്ട് ചാടിപ്പോവാൻ നോക്കുന്നുണ്ട്. നമ്മൾ ഓൻ്റെ കളി കണ്ട് ഓനെ തന്നെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്നോ തിരിഞ്ഞിടന്നിട്ട് നമ്മൾ നോക്കി. അപ്പൊ തന്നെ നമ്മൾ ഷെൽഫിൽ തപ്പാൻ തുടങ്ങി. ദാ പൂസേ, നിനക്ക് എന്തൊരു ജാടയാടാ. ആ മോന്ത കണ്ടാലും മതി, ഒരണ്ണാച്ചി ലുക്ക്. ഇത് നമ്മൾ ഉദ്ദേശിച്ച് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പായി. അതുകൊണ്ട് നമ്മൾ അവനെ വെറുതെ വിടമാട്ടെ. അയോഗ്യ മങ്കി, ഇന്നേക്ക് തിരുവോണം ഉണ്ണയ്ക്കൊന്നും രക്തത്തെ കുടിച്ച് കൂൾ ദുവാ കൂൾ. നീ എന്തോന്ന് പേടിത്തൊണ്ടിയാടി? നിന്നെയല്ലേ ആ കുരങ്ങനെ അണ്ണാച്ചി ലുക്ക് എന്ന് പറഞ്ഞ് പോയി ചോദിക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനസാക്ഷി നമുക്ക് നമ്മൾ നിർബന്ധിച്ച് ഓൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. നമ്മൾ അപ്പം തന്നെ കലിപ്പിൽ ഓൻ്റെ നേരെ പോയിട്ട് നടുവിന് കൈ കൊടുത്ത് ഓനെ തുറിച്ചു നോക്കി. അപ്പോൾ ഓനൊന്ന് വിളിച്ചിട്ട് എണീറ്റിരുന്നു. ആ പൂച്ച നമ്മുടെ മേലേക്ക് ഒരൊറ്റ ചാടലിയായിരുന്നു. പോരേ പൂരം, എന്നെ കൊന്നേ എന്ന് നിലവിളിച്ച് നമ്മൾ ഓൻ്റെ മേലേക്ക് ചാടി ബെഡിലേക്ക് മറിഞ്ഞ് ഉരുണ്ടുരുണ്ട് പോയി നിലത്തേക്ക് വീണു. കുറച്ചു നേരം കഴിഞ്ഞ് നമ്മൾ കണ്ണു തുറന്നു നോക്കി. എന്താ അപ്പോൾ അവിടെ ഉണ്ടായേ? ഭൂമികൾക്കായിരുന്നോ? ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. നിലത്തേക്ക് നോക്കിയപ്പോൾ നമ്മളെ പ്യാവം കെട്ടിയോ വേദന കടിച്ചു പിടിച്ച് കിടക്കുന്നു. ഓനെ കണ്ടപ്പോൾ ഒരു സോറി പറയാൻ വേണ്ടി നമ്മൾ വാ തുറന്നു. ചെക്കൻ അപ്പോൾ തന്നെ എണീറ്റ് പോടി കോപ്പേ, യാ ഉമ്മി എൻ്റെ നടു എന്നലറിയതും നമ്മൾ വേഗം ചാടി എണീറ്റു. എവിടെ ആ ഹംക്ക് പട്ടിത്തണ്ടിച്ചേറ്റ പൂച്ച? എവിടെ? ആ പണ്ടാരത്തിനെ നമ്മൾ കൊല്ലും. നോക്കി നിൽക്കാതെ നമ്മളോനെ പിടിച്ചെണീപ്പിച്ച് നിർത്തി. അപ്പൊ ചെക്കൻ എണീറ്റെന്ന് നടുവിന് കൈ കൊടുത്ത് വളഞ്ഞിക്കുന്ന കണ്ടിട്ട് നമുക്ക് ചിരി പൊട്ടി. ഇത് കണ്ടിട്ട് നമ്മൾ അവിടെ കിടന്ന് ചിരിച്ചൊരു വഴിക്കായി. നമ്മുടെ കൊലച്ചിരി കണ്ടിട്ട് ഓൻ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. ബാക്കി കിട്ടുന്നതിന് മുമ്പുള്ള ജീവനും കൊണ്ട് നമ്മൾ ഓടി രക്ഷപ്പെട്ടു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.